ശ്രീ കെ ബാലകൃഷ്ണൻ, ഒന്ന് സുരേഷ് ബാബു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സർക്കാരിന് വേണ്ടിയിട്ടുള്ളൊരു പണിയാണ്. മാത്രമല്ല ഇത് പലതും നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? കുറച്ച് സമയം തരണം. അതായത് ശ്രീ സുരേഷ് ബാബുവും അനിൽകുമാർ സാറും സംസാരിച്ചു. അതിൽ സുരേഷ് ബാബു പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ അടുത്ത ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ആ വേർഷൻ തന്നെയാണ് മറ്റേ സുരേഷ് ബാബു പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ചിലപ്പോൾ അപ്പോൾ ഇലക്ഷൻ ഇല്ല, അല്ല അതിനപ്പുറത്തെ വർഷം. ഇതിനകത്തൊരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷമായാലും അതുപോലെ തന്നെ UDF ആയാലും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിലും ഇന്ത്യയിലൊക്കെ എല്ലാ സ്ഥലത്തും പ്രത്യേകത വെച്ചാൽ ഇടതുപക്ഷം പരസ്പരം ഉള്ള ഒരു എതിർപ്പ് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ അതിന് യഥാർത്ഥത്തിൽ വേണ്ട രീതിയിൽ കാണാതിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേ മിസ്റ്റർ അനിൽകുമാറിന് അതിൻ്റെ പ്രശ്നമില്ല, കാരണം അദ്ദേഹം ഒരു നിഷ്പക്ഷമായിട്ട് പറയാണ്. അപ്പോൾ ഇപ്പോൾ സുരേഷ് ബാബുവോ ഞാനോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധമുള്ളവർ സംസാരിക്കുന്ന സമയത്ത് ആ രീതിയിലായി പോകും. ഇവിടെ നമ്മൾ കാണേണ്ടത് അല്ല, അതിനൊരു വിഷയമുണ്ട്. കേൾക്കുന്ന ആളുകായിരിക്കും അങ്ങനെ രാഷ്ട്രീയക്കാർ പറയുമ്പോൾ ഒരു രീതി, അല്ലാത്ത ആൾ പറയുമ്പോൾ അല്ല, അങ്ങനെയല്ല യഥാർത്ഥം. രാഷ്ട്രീയമായി പറയുന്ന സമയത്ത് ഗവൺമെന്റിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനം ഉണ്ട്, അതുപോലെ തന്നെ നയങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഞാൻ പറയാം, നമ്മൾ രാഷ്ട്രീയമായി പറയുമ്പോൾ എല്ലാം പ്യുവർ ആയിരിക്കും. അല്ല, ഇവിടെ കേരളത്തിലുള്ള പ്രത്യേകത രാഷ്ട്രീയമായ മത്സരം. ഇപ്പോൾ ഒരു നല്ലൊരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ലോക കേരള സഭ നടന്നു കഴിഞ്ഞു തോന്നുന്നു. കേരളത്തിലൊരു അങ്ങനെ ഒരു ലോകത്തെല്ലാ സ്ഥലത്തും ഒരു വിദേശത്തൊക്കെ നമ്മൾ പോയാൽ അറിയാം, അവിടെയുള്ള ആളുകൾക്ക് ഇവിടെ ബന്ധപ്പെടാനുള്ള ഒരു സഭ. അത് പ്രതിപക്ഷം രാഷ്ട്രീയമായ കാരണങ്ങളാൽ പ്രതിപക്ഷം അതിനെ എതിർക്കുന്നു, പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല. 400 പ്രതിനിധികൾ വിവിധ രാജ്യങ്ങൾ വരുന്നു, വിവിധ സംസ്ഥാനങ്ങൾ വരുന്നു. അത് ഞാൻ ഈ ചർച്ചയായി ബന്ധപ്പെട്ട് പറഞ്ഞല്ല, ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ വികസനത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ആകെ നോക്കുമ്പോൾ എന്താണ് ഇപ്പം അനിൽകുമാർ പറഞ്ഞ വലിയ പ്രഖ്യാപനങ്ങളില്ല. നമ്മൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രി നമ്മൾ പോയി നോക്കിയാൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേകത നോക്കിയാൽ നമുക്കറിയാം. അതുപോലെ തലശ്ശേരിയിലൊരു മദർ ചൈൽഡ് ഹോസ്പിറ്റൽ വരുന്നു, സ്ഥലം വരുന്നു. തലശ്ശേരി ക്യാൻസർ സെൻ്റർ 63 കോടി രൂപ, 63.9 കോടി രൂപ ഇത്തവണത്തെ ബഡ്ജറ്റ് വകയിരുത്തിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ആലോചിക്കാൻ പറ്റുമോ? തിരുവനന്തപുരത്ത് RCCയിൽ മാത്രം RCC വരെ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിന് എങ്ങനെയെങ്കിലും EQ എടുത്തിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് കംപ്ലീറ്റ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ തലശ്ശേരിയിൽ ഏറ്റവും വലിയ ഒരു പിന്നെ ഓങ്കോളജീൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തെ ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി വന്നിരിക്കുന്നു. എറണാകുളത്ത് വന്നിരിക്കുന്നു. അതിനുശേഷം എറണാകുളത്ത് വന്നിരിക്കുന്നു. അതുപോലെ നമുക്കറിയാം, പരിയാരം മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് ആയിരുന്നു. ആ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജായി മാറി. 1000 കോടി രൂപയാണ് അതിന് വേണ്ടി വന്നത്, കാരണം അതിന് കടം തീർക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ എറണാകുളത്ത് മെഡിക്കൽ കോളേജ് വന്നു. അപ്പോൾ നമ്മൾ ഈ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കുട്ടികൾ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ കാര്യത്തിൽ വളരെ നല്ലൊരു പ്രഖ്യാപനമാണ് വിദ്യാർത്ഥികൾക്ക്. പക്ഷേ എനിക്കതിനകത്ത് ആ സർക്കാരിൻ്റെ നയത്തോടെ എനിക്ക് ചെറിയ എതിർപ്പുണ്ട്. കാരണം എല്ലാ സഹായങ്ങളും എല്ലാവർക്കുമായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ടാർഗറ്റഡ് ഗ്രൂപ്പിന് മാത്രമേ ചിലപ്പോൾ ചിലത് കൊടുക്കേണ്ടതുള്ള രീതിയിൽ അത് നേരത്തെ UPA ഗവൺമെൻറ്റിൻ്റെ സമയത്തൊക്കെ എടുത്ത സമീപനം. എല്ലാ സഹായം, ഇപ്പോൾ ഉദാഹരണത്തിന് ഫീസ്, നമ്മൾക്ക് വരുമാനം, ഇപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ഒരു പോരായ്മയായിട്ട് ആൾക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക ഒരു പക്ഷേ എന്താ വെച്ചാൽ ഇതിൻ്റെ അത് നികുതി നിർദ്ദേശങ്ങളൊന്നും വെച്ചിട്ടില്ല. നികുതി നിർദ്ദേശം ഈ പൈസ കണ്ടെത്താൻ ഇപ്പോൾ നികുതി നിർദ്ദേശങ്ങൾ വെക്കണം. അപ്പോൾ നികുതി നിർദ്ദേശങ്ങൾ വെക്കുന്ന സമയത്ത് നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാം എതിർക്കും. ചെറിയ ടാക്സ്, നമ്മൾ ഭൂനികുതിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഭൂനികുതി കുറേ കാലമായിട്ട് അടക്കാറേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത് അറിയില്ല, ആര് ചോദിച്ചിട്ടുള്ള പറയുന്ന പോലെയല്ല. അപ്പോൾ പിന്നീടാണ് പറയുന്നത് 8 കൊല്ലം മറ്റും നികുതി അടച്ചിട്ടില്ല. പിന്നെ തഹസിൽദാർ വന്നിട്ട് 6 വർഷം കഴിഞ്ഞാൽ എനിക്കിപ്പം വിദേശത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് നെറ്റ് വർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നെറ്റ് വർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എനിക്കിത് ഇതായി, കാരണം കിട്ടുന്നില്ല. അപ്പോൾ ടാക്സ് അടക്കണ്ടേ. അപ്പോൾ ഇത് ടാക്സ് അടക്കണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഇൻകം ടാക്സ് ചെയ്യാൻ എല്ലാ കൊല്ലം ഇൻകം ടാക്സ് നമ്മൾ ചെയ്യുന്നു, റിട്ടേൺ കൊടുക്കുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഭൂനികുതിൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ കൃത്യമായിട്ട് അത് പിരിച്ചെടുക്കാൻ കുറച്ച് പൈസ കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചു. പക്ഷേ വർദ്ധിപ്പിച്ചാൽ പോലും അത് അത്ര അധികമല്ല, കാരണം ഇടക്കിടക്കെ വർദ്ധിപ്പിക്കാത്തത് കൊണ്ട് വളരെ 10-25 കൊല്ലത്തേക്ക് ഇലക്ഷൻ വരുന്നതുകൊണ്ട് ചിലപ്പം പ്രഖ്യാപിച്ചാൽ നടപ്പാവില്ല. പക്ഷെ അങ്ങനെയുള്ള വിഭവ സമാഹരണത്തിനുള്ള പ്രത്യേകത. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിട്ടുള്ളത് എന്താ വെച്ചാൽ, വിഭവ സമാഹരണത്തിന് നല്ല രീതിയിൽ നികുതി ചോർച്ച തടഞ്ഞിട്ട് 5 വർഷം കൊണ്ട് 1.5 ലക്ഷം കോടി രൂപ തനത് വരുമാനത്തിൽ വർധനവുണ്ടാക്കി. 30,000 കോടി നികുതി നല്ലോണം ഉണ്ടല്ലോ. അല്ല, നികുതി ചോർച്ച അപ്പോൾ നികുതി വരുമാനം വർദ്ധിപ്പിച്ചു. അതുപോലെ സാധാരണ ഇപ്പോൾ കേരളത്തിലുള്ള വരുമാനം എന്താ? നേരത്തെ അവർ പറഞ്ഞു, സുരേഷ് ബാബു പറഞ്ഞു. കാരണം വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പറഞ്ഞു. അപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം സാധാരണ രീതിയിൽ നേരത്തെ ഉള്ളത് നമ്മുടെ സാധാരണ വിൽപ്പന നികുതി, വാണിജ്യ നികുതിയാണ് സാധാരണ ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം.
അത് ഈ പിന്നെ വാറ്റ് പോയിട്ട് അതിന് ശേഷം GST വന്നതോടുകൂടി സംസ്ഥാനങ്ങൾക്കുള്ള പിടിപോയി കേന്ദ്രം ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അന്തരം തീർക്കുന്നതിന് വേണ്ടി 7000 കോടി രൂപ ഓരോ കൊല്ലവും കൊടുക്കുന്നത് 5 കൊല്ലം കൊടുത്തു, പക്ഷെ പിന്നെ കൊടുത്തില്ല. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ആ നികുതി മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുള്ളത്. ഇനി ഏത് ഗവൺമെൻറ് വന്നാലും UDF ആയാലും LDF ആയാലും ഏത് വന്നാലും നികുതി പിരിക്കുന്നതിന് നികുതി മുഴുവൻ പോകുന്നത് കേന്ദ്രത്തെ പോകുന്നു. ഒന്ന്. രണ്ടാമത് ഇൻകം ടാക്സ്, ഈ പൈസയും പോന്നു. കേരളത്തിന് കിട്ടുന്ന നികുതി വിഹിതത്തിൽ അറിയോ 1.95. ഇന്ത്യ ഗവൺമെൻറ് പിരിക്കുന്ന നികുതിൻ്റെ 1.95 ഇവിടെ കിട്ടുന്നത്. നേരത്തെ 3%. ഒരു 10 വർഷം മുമ്പ് 10ാം ധനകാര്യ കമ്മീഷൻ വരെ കുറഞ്ഞു. അതിന് കാരണം എന്താ പറയുന്നത്, ജനസംഖ്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വർദ്ധിക്കുന്നു, ഇവിടെ ജനസംഖ്യ ഇതിൽ മാത്രമല്ല. ഇവിടെ ഒന്നാം തലമുറ മാറ്റുന്നുണ്ട്. ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു ലേഖനം, ഒരു ധനശാസ്ത്രത്തിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ഇന്നത്തെ മാതൃഭൂമി വായിച്ചോന്നറിയില്ല, വായിച്ചത്. ഇന്നത്തെ മാതൃഭൂമിൻ്റെ എഡിറ്റ് പേജ് വന്നിട്ടുണ്ട്. അത് കേരളം കടക്കണിയിലാണോ എന്ന് ചോദിച്ചാൽ കടക്കണിയിലല്ല. നമ്മളെല്ലാവരും പറയുന്നത് കേരളം ഭയങ്കര കടക്കണിയിലാന്ന് അപ്പോൾ അയാൾ പറയുന്നത് കേരളം കടക്കണിയിലേ അല്ല. എന്തുകൊണ്ട്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ വലിയ സംസ്ഥാനം ആകെ ഇന്ത്യയിലൊരു 15 സംസ്ഥാനം എടുത്താൽ ആ 15ാം സ്ഥാനത്താണ് കേരളത്തിലെ കടം. ഏറ്റവും കുറഞ്ഞ കടം ഉള്ളത് കേരളത്തിലാണ്. ഇന്ത്യ ഗവൺമെൻറ് 57%, GDP-ൻ്റെ 57% കടം ഇന്ത്യ ഗവൺമെൻറ് 57%. 30% അധികം പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കടമെടുപ്പ് പരിധി, കേരളത്തെ കടമെടുപ്പ് പരിധി കുറച്ചുകൊണ്ട് ഇതാണ്. അപ്പോൾ കടമെടുക്കുന്നത് കേരളം 15ാം സ്ഥാനത്തേ ഉള്ളൂ. ഇന്ത്യ ഗവൺമെൻറ് കടത്തിൻ്റെ പകുതി, അല്ല ഒരു 60% വരെ കടയെ കേരളത്തിലുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ് GDP-ൻ്റെ 57%, ഇവിടെ 36%, 35% ഒക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോരാ വിഭവം. അപ്പോൾ എന്നിട്ട് ഈ നികുതി ചോർച്ച തടയുകയും അതേസമയം മറ്റേ ഈ സാധ്യതയുള്ള ആളുകൾ എടുക്കുന്ന നികുതി ഈടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു UK പോയിട്ട് വരുന്ന അവിടെ നോക്കുമ്പോൾ അവിടെ 40% നികുതി, ഇൻകം ടാക്സ്. അതിന് പുറമെ കൗൺസിൽ ടാക്സ് ആണ് അത്ര. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ അപ്പോഴാണ് കടമെടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ കിഫ്ബിയുടെ കാര്യം കിഫ്ബി ഇവിടെ ആരും പറഞ്ഞില്ല. നമ്മുടെ കണ്ണൂർ ജില്ലാ ആശുപത്രി 75 കോടി രൂപ കൊടുത്ത് ഒരു കിഫ്ബിയുടെ രീതിയിൽ വലിയൊരു ആശുപത്രിയായി മാറുന്നു. ഇവിടെ പിന്നെ മറ്റ് രീതിയിൽ ക്യാൻസർ ആശുപത്രിക്ക് 63 കോടി കൊടുക്കുന്നു. ഇപ്പം നേരത്തെ സുരേഷ് ബാബു പറഞ്ഞപ്പോൾ ഒരു കാര്യം അതുകൂടി പറഞ്ഞിട്ട് സുരേഷ് ബാബു പറഞ്ഞപ്പോൾ ഇതിനൊരു ഈ പിന്നെ അസന്തുലിതാവസ്ഥ, ബഡ്ജറ്റിന് അത്ര അസന്തുലിതാവസ്ഥയുണ്ട്. ആ കാര്യം ഊന്നി പറയേണ്ടത്. ഈ ധർമ്മടമായിട്ട് ചുറ്റിയുള്ള രീതിയിൽ അദ്ദേഹം അതിൻ്റെ ആ പേപ്പറിൻ്റെ കട്ടിങ് എടുത്തിട്ടാണ് പറഞ്ഞത്. അതിൽ പറയുമ്പോൾ ധർമ്മടത്തുള്ള തുരുത്തോ അല്ലെങ്കിൽ മുഴപ്പിലങ്ങാട് ബീച്ചോ എനിക്ക് മയിൽ വേണമെന്ന് വെച്ചാൽ ആകുമോ? നടക്കൂല. അവിടെ ഉള്ളൂ. സുരേഷ് ബാബു അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു വരുന്നത്, എപ്പോഴും പ്രതിപക്ഷം പറയുന്നത് സംസ്ഥാന സർക്കാർ ഭയങ്കര കടക്കണിയിലാണ്, ഇതല്ല അടുത്ത സർക്കാരിന് പെരടിക്കിട്ട് കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. അതിന് വളരെ കൃത്യമായി അങ്ങനെയൊന്നും പ്രതിപക്ഷം പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷം സർക്കാർ കടക്കണിയിലാണെന്ന് എപ്പോഴും പറയുന്നത്. 5 പൈസ കയ്യിലില്ല, പൂച്ച വെട്ടിയെടുക്കാൻ. ബാലകൃഷ്ണൻ തന്നെ തുറന്നു പറഞ്ഞതുപോലെ 37,400 കോടി രൂപ ഇത് മീസൻ നമുക്ക് വരവും ചെലവും കൂട്ടി യോജിപ്പിക്കാൻ വേണം. ഇത് എവിടുന്നാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ടാക്സ് ഇല്ല എന്ന് പറഞ്ഞു. 37,400 കോടി രൂപ ആര് കൊണ്ട് കൊടുക്കും? ഇതേതാ വഴി? അപ്പം ഇത് പറയാനും ചെയ്യാനും വേണ്ടിയുള്ളതല്ല. നമ്മൾ 2,14,000 കോടി രൂപയുടെ പദ്ധതി പറയാം, 1,74,000 കോടിയേ ഇടിയുള്ളൂ, ബാക്കി 37,000 കോടി ആര് തരാ? അതിന് പോലും വ്യക്തത പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ടാക്സേഷനെ കുറിച്ച് പോലും ഒരക്ഷരം ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ഒന്ന്, ഇപ്പം ബാലകൃഷ്ണൻ പറഞ്ഞത് പിന്നെ ആ തുരുത്ത് ഇടിയുണ്ടോ അല്ല മയിലെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൂ. ബാലകൃഷ്ണൻ തെറ്റിയെന്നാൽ അത്രയൊന്നും പോണ്ട. കണ്ണൂർ നഗരം എടുക്കുക, ഞാനും ബാലകൃഷ്ണനും പിന്നെ അനിൽമാഷലിലുള്ള ജീവിക്കുന്നതല്ലേ കണ്ണൂർ നഗരം. കണ്ണൂർ നഗരത്തിൽ 780 കോടി രൂപയുടെ ഒരു പദ്ധതി കഴിഞ്ഞ 9 വർഷക്കാലമായി പറഞ്ഞു നടക്കുന്നു. കണ്ണൂർ സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് എവിടെയാണ് എൻ്റെ അനിൽമാഷ നമ്മളത് കാണാൻ പോകുന്നത്? ഇത് നമ്മുടെ ഇവിടുത്തെ MLA മന്ത്രി പറഞ്ഞുകൊണ്ട് 750 കോടി പ്രഖ്യാപിച്ചു. ഒരു സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതി 9 വർഷമായിട്ട് തുടങ്ങിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്, ഞാൻ ഇവിടെ ഈ ഫ്ലോറിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്, മേലെ ചൊവ്വയിലെ ഒരു അണ്ടർപാസ് അവിടെ പറ്റില്ല, നമ്മളെല്ലാം പറഞ്ഞതാണ്. പിന്നെ അത് ഫ്ലൈ ഓവറാണെന്ന് പറഞ്ഞു. ഒന്നര കൊല്ലമായി അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട്. ഇപ്പം UK പോകണ്ട, നമ്മൾ ഒന്ന് എറണാകുളത്തോ എന്തിനേറെ പറയുന്നു, ഒന്ന് ബാംഗ്ലൂരോ മൈസൂരോ പോയാൽ തന്നെ 3-4 മാസം കൂടുമ്പോഴാണ് മാറ്റങ്ങളുടെ ഒരു വലിയ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 1.25 കൊല്ലമായിട്ടും അതിൻ്റെ ബേസ്മെൻ്റായ വർക്ക് പോലും മേലെ ഇപ്പോൾ ട്രാഫിക്കിൻ്റെ ബ്ലോക്ക് എത്രയാണെന്ന് ഞാൻ പറയേണ്ടതില്ല. മറ്റൊന്ന് കാൽടെക്സിലെ ഫ്ലൈ ഓവർ, അതിൻ്റെ അത് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ പോലും അത് തുടങ്ങുമെന്ന് പോലും സംശയിക്കുന്ന അവസ്ഥയിലാണ് അത് പ്രഖ്യാപിച്ചത്. അതിൻ്റെ കോടികൾ പറഞ്ഞിട്ട് കാലം എത്രയായി?
നമ്മുടെ സ്റ്റേഡിയം, കണ്ണൂർ സ്റ്റേഡിയം, അതിന് 13 കോടി തരാമെന്ന് പറഞ്ഞു. ആ പൈസ എവിടെയുള്ളത്? പറച്ചിൽ മാത്രമേ ഉള്ളൂ. പൈസ പറച്ചിൽ മാത്രമേ ഉള്ളൂ. മറ്റൊന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ എന്താ ഒരു സ്പോർട്സ് ഇൻ്റഗ്രേറ്റഡ് ഇൻ്റർനാഷണൽ സ്പോർട്സ് അദ്ദേഹം പറഞ്ഞാണ് കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ അനിൽ മാഷെ വിശ്വസിച്ച് പോയേക്കല്ലേ. നമ്മുടെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം ഒന്ന് നോക്കിയാൽ മതി. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലെ കോർട്ട്, അവിടെ ആളുകൾ, അവിടെ ഒരു നമ്മുടെ ഒരു എന്താണ് വിദേശ രാജ്യങ്ങളിൽ സ്കൂളൊക്കെ നടത്തിയ ഒരു നമ്പ്യാരുണ്ട്, വാരം വേളെ ആ ഒരു അമ്പലത്തിനടുത്തുള്ള ഒരു നമ്പ്യാരുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്തോളാം. അത് ശ്രീമതി ടീച്ചറുടെ ഫണ്ടിൽ നിന്ന് ഉപയോഗപ്പെടുത്തി ശ്രീ കെ സുധാകരൻ മന്ത്രിയായപ്പോൾ കൊണ്ടുവന്ന് ആ 10 ഇപ്പോൾ വളരെ വളരെ പത്തറ്റിക്കാണ് അവിടുത്തെ ആ ഗ്രൗണ്ടും അവിടുത്തെ സിസ്റ്റവും. ഞാൻ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുന്ന ഒരാളാണ്. അവിടെ നടത്തത്തിന് മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കോടികൾ. ഇനി നാളെ അവിടെ എന്ത് വരാൻ പോകുന്നു? എന്ത് ഇൻ്റഗ്രേറ്റഡ് സ്പോർട്സ്? ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസത്തിനായിരുന്നു. ഇവിടെ ഒരു സ്പോർട്സ് സ്കൂളുണ്ട്. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു അവിടുത്തെ എത്ര കോടി രൂപയാണ് അവിടെ വെറുതെ ചെലവഴിച്ച് വെച്ചിട്ടുള്ളത്. ഒരു സ്പോർട്സ് സ്കൂളിലും പറ്റുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനല്ല, അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. മഴക്കാലത്ത് വെള്ളം കയറി അത് നാശോന്മുഖമായിരിക്കുന്നു. അവിടെ നല്ലൊരു ടോയ്ലറ്റ്, അങ്ങനെയില്ലല്ലോ, കുട്ടികൾക്ക് മനോഹരമായൊരു ടോയ്ലറ്റ് പോലുമില്ല. അത് സത്യം പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് എടുത്തു മാറ്റി അത് ഗവൺമെൻറ് സ്പോർട്സ് സ്കൂളാക്കി മാറ്റിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല, നടത്താൻ അവർക്ക് ത്രാണിയുമില്ല. അല്ല, അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാം. എല്ലാവരും പറഞ്ഞു പാവങ്ങളെ ചേർത്ത് പിടിക്കുക. ആശാവർക്കർമാർക്ക് 1000 രൂപയാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത്. എൻ്റെ ബാലകൃഷ്ണേട്ടാ, നിങ്ങൾ മറ്റേതോ രാജ്യത്തെ കണക്ക് പറയുന്നത്, സ്ഥലത്തെ കണക്ക് 30 ഉറുപ്പ്യ വർധനമുണ്ടോ ഈ ഒരു ദിവസത്തെ വേതനത്തിൽ? 1000 രൂപ നിങ്ങൾ ആശാവർക്കർമാർക്ക്, അവർ നടന്നു പോകേണ്ട ദൂരം എത്രയാണ്? അവർ ഈ നാട്ടിലെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളിലും, പനി വന്നാലും അല്ലെങ്കിൽ തുമ്മൽ വന്നാലും ഓരോ വീടുകൾ അവർക്ക് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ കാശത്ര വേണം. ഞാൻ നിങ്ങളെ എതിർക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത്, അംഗൻവാടി ഹെൽപ്പർ 500 രൂപയാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് ആവില്ല എന്നാണ് താങ്കൾ. ഞാൻ പറയുന്നത് ഇപ്പം ഇവിടെ പഴയ കൗൺസിലർമാർക്ക് ഒരു 4000 രൂപ വർദ്ധിപ്പിച്ചതായി കാണും. എത്ര പരിതാപകരമാണ്. ആളുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല പലരെയും മറ്റ് വഴികളിലേക്ക്, ഞാനിപ്പോൾ അതെന്താണെന്നൊന്നും പറയുന്നില്ല, തള്ളിവിടുന്ന ഒരേർപ്പാടാണ് ഇതൊക്കെ നടക്കുന്നത്. കാരണം ഒരു കൗൺസിലർക്ക്, പ്രത്യേകിച്ച് ഒരു കോർപ്പറേഷൻ കൗൺസിലർക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ചടുലതയോടെ ചെയ്യണമെങ്കിൽ ഏറ്റവും മിനിമം ഞാൻ പറയുന്നത് ഒരു 1000 രൂപയെങ്കിലും കൊടുക്കാതെ പിന്നെ തീർച്ചയായും 30,000 രൂപ മിനിമം കിട്ടണം. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 14,000 ആണ്. തിരിച്ചു വരാം.